മീനാക്ഷി, ഈ ചായ മൈഥിലി ഉണ്ടാക്കിയതാണല്ലേ? അതെ. എന്താ കാർത്തേട്ടാ? ഏയ് ഒന്നുമില്ല. എന്തായാലും കൊണ്ടുവന്ന് തന്നത് എന്റെ മീനാക്ഷിയല്ലേ. എന്റെ മീനാക്ഷി തരുന്ന എന്തും എനിക്ക് അമൃത. നിക്ക് ആ ചായ ഇങ്ങ് തന്നെ. എന്തിനാ? ഇങ്ങ് തരാൻ. താ. അവൾ ഇതിനകത്ത് ഉപ്പിട്ട് കലക്കി. ചോദിച്ചിട്ട് തന്നെ കാര്യം. ഏയ് മീനാക്ഷി, വേണ്ട. വേണം. നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമായോടി? എനിക്ക് ജന്മനാ കുറച്ച് അഹങ്കാരമുണ്ട്. അത് ഞങ്ങൾ തറവാട്ടുകാർക്ക് പണ്ടേ ഉള്ളതാ. തറവാടോ? നിനക്കോ? ഏത് തറവാട്? അതൊക്കെ പോട്ടെ. കൾച്ചർ ഉണ്ടാവണമെങ്കിൽ തറവാട്ടി ജനിച്ചിട്ടും കാര്യമില്ല. നീ എന്റെ കാർത്തിയേട്ടൻ ഉണ്ടാക്കി തന്ന ചായയില് ഉപ്പിട്ട് കലക്കിയല്ലേ? ഉപ്പോ? ഞാനോ? ഉപ്പും പഞ്ചസാരയും ഒരുപോലെ വെളുത്താണല്ലോ ഇരിക്കുന്നത്. ചിലപ്പോ മാറിപ്പോയതായിരിക്കും. സാരമില്ല. നിനക്കത് സാരമില്ലായിരിക്കും, പക്ഷെ എനിക്കത് സാരമുണ്ട്. എന്റെ ഭർത്താവിനാ നീ ഉപ്പ് കലക്കിയ ചായ കൊടുത്തത്. നിന്റെ ഒരു ഭർത്താവേ! എന്താണ് നിനക്കത്ര പുച്ഛം? ഉപ്പിട്ട് കലക്കിയ ചായ ഉണ്ടാക്കി തന്നിട്ട് കളിയാക്കി ചിരിക്കുന്നോ? നിനക്ക് പരാതി ഉണ്ടെങ്കിലേ നീ കൊണ്ടുചെന്ന് ക്രിമിനൽ കേസ് കൊടുക്കടി. ഞാൻ കൈകാര്യം ചെയ്തോളാം. എന്തിനാടി ക്രിമിനൽ കേസ്? നിന്നെ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാടി. എന്താടി കണ്ണും തള്ളി നിൽക്കുന്നേ? തല്ലുന്നില്ലേ? തല്ലടി. നിന്റെ ഒരു തല്ല് കൊണ്ടിട്ട് വേണം എനിക്ക് ചിലത് ചെയ്യാൻ. ഇക്കാര്യം എന്താ വലിയേട്ടൻ എന്നോട് പറയാൻ താമസിച്ച്? ആദ്യം എന്നോടല്ലേ ഇത് പറയേണ്ടിയിരുന്നത്? നീ ക്ഷമിക്കണ്ട മോളെ. ആദ്യം നിന്നോടല്ല, സാവിത്രിയോട് പറയാനാ തോന്നിയത്. ഷാർജയിൽ വെച്ച് ഈ ആക്സിഡന്റ് ഉണ്ടായപ്പോ ആദ്യം എന്നെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാനിങ്ങ് പറന്നു വരില്ലായിരുന്നു വലിയേട്ട. UAE-യിൽ എനിക്ക് ബന്ധപ്പെട്ട എത്ര ആളുകളുണ്ടെന്ന് വലിയേട്ടൻ അറിയോ? അതെനിക്കറിയാം. പക്ഷെ പെട്ടെന്നുള്ള വെപ്രാളത്തില് ആദ്യം സാവിത്രി വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ. പക്ഷേ സാവിത്രിക്ക് 10 രൂപയുടെ ആവശ്യമുണ്ടെങ്കിൽ അവള് രാജലക്ഷ്മി അമ്മയുടെ മുന്നിൽ കൈനീട്ടണം. അവരെന്തെങ്കിലും കൊടുക്കണമെങ്കിൽ 100 പേരുടെ പെർമിഷൻ വേണം. പക്ഷേ ഇന്ദ്രജിക്ക് അതിന്റെ ആവശ്യമില്ല. എന്റെ ഭർത്താവ് ഞാൻ എത്ര രൂപ ചെലവാക്കിയാലും എന്നോടൊന്നും ചോദിക്കില്ല. ഇന്ദ്രജിക്ക് സങ്കടത്തിന്റെ നാളുകളില്ല മിസ്റ്റർ ആനന്ദഗോപൻ. സന്തോഷത്തിന്റെ നാളുകളേ ഉള്ളൂ. വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്രോഗ്രാം? എല്ലാം മാഡം പറയുന്നത് പോലെ. ഇപ്പോ രാജ്ഞി ഇന്ദ്രജ, ഞാൻ വെറും പ്രജ. രാജ്ഞി പറയുന്നു, ഈ പ്രജ അനുസരിക്കും. നിങ്ങളൊരു കഴുകനാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. കഴുകന്മാരുടെ ആകാശത്തിന് താഴെ വരും ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ. യെസ്, ദാറ്റ് ഈസ് ട്രൂത്ത്. അതിരിക്കട്ടെ, ചെമ്പകമംഗലത്തിനുള്ള അടുത്ത പണി എന്തുവായി? റെഡി. ഇതാണ് ചെമ്പകമംഗലത്തെ കോടികൾ വിലയുള്ള ഉടവാൾ. അത് ഈ ഫോണിലോട്ട് സെൻഡ് ചെയ്യേ. ഇന്ദ്രജി അയച്ചത് ആ ഉടവാളിന്റെ ഫോട്ടോ ആയിരുന്നു. ഇന്ദ്രജി, നീ ആ വാള് കണ്ടോ? കണ്ടു. അതാണ് ചെമ്പകമംഗലത്തിരിക്കുന്ന ഒറിജിനൽ ഉടവാൾ. ഇന്ദ്രജി കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോയി. കണ്ണ് തള്ളുവാണെങ്കിലേ നീ എത്രയും പെട്ടെന്ന് ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ പോയി കാണും.
നിനക്കേ മാരകമായിട്ടുള്ള കണ്ണു രോഗം കാണും. തമാശ കളയച്ചി. അതെ, നീ എത്രയും പെട്ടെന്ന് ആ വാളിന്റെ മാതൃകയിൽ മുക്ക് പൂശിയ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉടവാൾ ഉണ്ടാക്കണം. അതായിരിക്കണം ഇനി ചെമ്പകമംഗലത്തെ അറയിൽ ഇരിക്കേണ്ടത്. അത് നമ്മൾ ഇങ്ങോട്ട് എടുക്കുമല്ലോ. എടുക്കണമെങ്കിലും വെക്കണമെങ്കിലും ഒക്കെ ചെമ്പകമംഗലത്തെ അറയുടെ താക്കോല് വേണ്ടേ? അതെങ്ങനെ കണ്ടെത്തും? ആ, അത് കണ്ടെത്താനാണല്ലോ നിന്റെ ഭാര്യയെ നമ്മൾ അവിടെ പോസ് ചെയ്തിരിക്കുന്നത്. ചെമ്പകമംഗലത്തെ സ്വൈര്യം കെടുത്തുകയും വേണം, ആ വാൾ അവിടെ നിന്ന് എടുക്കുകയും ചെയ്യണം. അതാണ് നിന്റെയും മൈഥിലിയുടെയും ജോലി. അത് ചെയ്യുന്നതിനാണ് കോടിക്കണക്കിന് രൂപയുടെ പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് തരുന്നത്. എന്താ മിണ്ടാതെ നിൽക്കുന്ന? അവളോട് പോയി എത്രയും പെട്ടെന്ന് ആ നിലവറയുടെ താക്കോല് കണ്ടെത്താൻ പറ. ഇനി താമസിക്കരുത്.